നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് ഒരു സംരംഭകയാണ്, സ്മേര അജിത്. മ്യൂറൽ പെയിന്റിങ്ങുകൾ ഉൾപ്പെടുത്തിയ കസ്റ്റമൈസ്ഡ് വസ്ത്രങ്ങളാണ് ഹൈലൈറ്റ്. മറ്റു വിശേഷങ്ങളുമുണ്ട്. ശിവ എന്നാണ് സംരംഭത്തിന്റെ പേര്. സ്മേരയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ പ്രിയ നടനും എംപിയുമായ സുരേഷ് ഗോപി വിഷുവിനും അദ്ദേഹത്തിന്റെ വിജയാഘോഷ ദിനത്തിലും ഇട്ട ഷർട്ട്, അത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ആ ഷർട്ടിലെ മനോഹര ചിത്രം ചെയ്തത്, ആ ഷർട്ട് തയ്യാറാക്കിയത് സ്മേരയാണ്. സ്മേര, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. നമസ്കാരം. നമസ്കാരം. അപ്പൊ നമുക്ക് ആ ഒരു ഷർട്ടിന്റെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. കാരണം സ്മേര ഒരുപാട് പേര് അറിഞ്ഞത് ആ ഷർട്ട് വഴിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഷർട്ട് തയ്യാറാക്കാനുള്ള ഒരു അവസരം കിട്ടിയത്? എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ? അത് ബേസിക്കലി ചെയ്തിരിക്കുന്നത് ഖജുരാഹോ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് പെയിന്റിംഗ് ആണ്. അപ്പം നോർമലി അദ്ദേഹം ഇട്ട് കണ്ടിരിക്കുന്നത് മ്യൂറൽ ആണ്, കേരള മ്യൂറൽ ആണ് ഇട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് കേരള മ്യൂറലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഖജുരാഹോ പെയിന്റിംഗ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതെന്റെ ഒരു സുഹൃത്ത് വഴിയാണ് സമ്മാനിച്ചത്. അങ്ങനെ ആ ഒരു സമയത്ത് ആൾ ഇട്ട് കണ്ടപ്പോഴത്തേനും ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. ഓക്കെ, നമുക്ക് ഈ ഷർട്ടിലുള്ള ചിത്രപ്പണികളെല്ലാം മ്യൂറൽ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മൾ കുറേ പേരുള്ളത്. അപ്പോൾ ഈ ഖജുരാഹോ പെയിന്റിങ്ങിന്റെ പ്രത്യേകത എന്താണെന്നൊന്ന് പറയാമോ? അതിപ്പം പൊതുവെ ഇപ്പൊ ഹാൻഡ് പെയിന്റിംഗ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ മ്യൂറൽ ഷർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊരു പെയിന്റിംഗ്, ഇപ്പൊ നമ്മൾ ഫ്ലവർ തന്നെ വരച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്നത് മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്ന ആളല്ലേ എന്നാണ് അതെ. ചോദിക്കാറുള്ളത്. അപ്പം പൊതുവെ ഈ നമ്മളുടെ മോട്ടീവ്സ് ഒക്കെ വരയ്ക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു കേരള സ്റ്റൈലിൽ വരയ്ക്കുമ്പോഴത്തേനും ആണ് അത് കേരള പക്ക മ്യൂറൽ ആവുന്നത്. അതല്ലാണ്ട് ഒരുപാട് തരത്തിലുള്ള പെയിന്റിംഗ് ഉണ്ട്. ഫ്ലോറൽ പെയിന്റിംഗ് വരുന്നുണ്ട്, അപ്പം വാർലി പെയിന്റിംഗ് വരുന്നുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് ഖജുരാഹോ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു എറോട്ടിക് ആയിട്ടുള്ള കൈൻഡ് ഓഫ് പെയിന്റിങ്സ് ആണ്, സ്കൾപ്ചേഴ്സ് ആണ്. അപ്പം അതാണ് നമ്മൾ ഒരു ആന്റിക് സ്റ്റൈലിൽ സുരേഷ് ഗോപി സാർ ഇട്ടിരിക്കുന്ന ഷർട്ടിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് ഈ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ, ഈ സ്കൾപ്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ 3D എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ കൊടുക്കാൻ അതെ. ശ്രമിക്കുമോ ഈ ചിത്രത്തില്? അതിന് നമുക്ക് കുറച്ച് ഹ്യൂസ്, അതായത് ഇപ്പൊ നമ്മൾ ബ്രൗൺ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ കുറച്ച് വൈറ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുക, കുറച്ച് ബ്ലാക്ക് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് പല മിക്സ്ചേഴ്സ് ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഹ്യൂസിൽ ഡിഫറൻസ് വരുത്തുന്നത്. ഓക്കെ. അപ്പം അതെല്ലാം കൂടിയിട്ട് നമ്മൾ മാക്സിമം ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ സ്കൾപ്ചേഴ്സ് നമ്മൾ ഷർട്ടിലേക്ക് കൊണ്ടുവരുത്തുമ്പോഴത്തേനും വരയ്ക്കുന്നത്. അപ്പൊ അന്ന് ഈ 2 ഷർട്ടുകളാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് അല്ലെ? ഒന്ന് നമ്മൾ കാണുന്ന അതെ. വൈറ്റ് ഷർട്ടും ഒന്നായി യെല്ലോയിഷ് ആയിട്ടുള്ള ഷർട്ടും. അത് അതെ. രണ്ടിലെയും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ആ പടം ആ ഷർട്ടിൽ കൊടുക്കാം, പ്രത്യേകിച്ച് ഒരു താരമാണ് അദ്ദേഹം, അദ്ദേഹത്തെ ഒരുപാട് അതെ. പേര് കാണുന്നതാണ്, ഒരുപാട് പേരിലേക്ക് ആ ഷർട്ട് എത്തുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അതെ. ഡിസിഷൻ? ആക്ച്വലി അദ്ദേഹം സ്ഥിരമായിട്ടും ഇങ്ങനത്തെ ഷർട്ട്സ് ഇട്ടിട്ട് കാണാറുണ്ട്. പക്ഷെ ഞാൻ കൊടുത്ത 2 ഷർട്ടും അദ്ദേഹത്തിന്റെ 2 അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലാണ് ആള് ഇട്ടിട്ടുള്ളത്. അതായത് ഒന്ന് വിഷുവിനും അതുപോലെ തന്നെ ആളുടെ മകളുടെ എൻഗേജ്മെന്റിന്റെ ടൈമിലാണ് ഒരു ഷർട്ട് ഇട്ടിട്ടുള്ളത്. അടുത്തത് തൃശ്ശൂർ എടുത്തതിന്റെ ആ ഒരു വിജയാഘോഷത്തിന്റെ സമയത്താണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 2 ഷർട്ടുകളും നല്ല രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റി, കുറച്ച് വൈറലായ ഷർട്ടുകളൊക്കെ. സ്ഥിരം ആ ഒരു കേരള മ്യൂറൽ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്, കേരള മ്യൂറൽ സ്റ്റൈലൊക്കെ. അപ്പം ഇത് രണ്ടും ഇട്ട സമയത്ത് രണ്ടും നല്ല മുഹൂർത്തങ്ങളായി പോയി. അത് കാരണം കൊണ്ട് ഞാൻ അറിയപ്പെട്ടു, അത്രേ ഉള്ളൂ. ഈ 2 ഷർട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മറുപടി കിട്ടിയിരുന്നോ? അതെ, അതെ. ഞാന് ഒരു സുഹൃത്ത് വഴിയാണ് ഷർട്ടുകളൊക്കെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇഷ്ടായിന്ന്. പിന്നെ അത് മാത്രമല്ല, റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരുപാട് ഒക്കേഷൻസിൽ ആളത് ഇട്ട് കണ്ടു. അപ്പൊ അത് കണ്ടപ്പോഴത്തേനും ഒരുപാട് സന്തോഷമായി. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഖജുരാഹോ പെയിന്റിംഗ് തന്നെ ഈ അടുത്തൊരു സെലിബ്രിറ്റി മീരാനന്ദന്റെ വെഡ്ഡിങ്ങിനും ആൾ അതേ ഷർട്ട് അങ്ങ് ഇട്ട് കണ്ടു. അപ്പം ഭയങ്കര സന്തോഷമായി കണ്ടപ്പോഴത്തേനും. ശിവ എന്നാണ് സംരംഭത്തിന്റെ പേര്. ഈ ഒരു അതെ. സുരേഷ് ഗോപിക്ക് ഇത്തരത്തിൽ ഒരു ഷർട്ട് കൊടുത്ത് അത് വൈറലായി, അങ്ങനെ ചോദ്യങ്ങൾ വന്നു, അങ്ങനെ ബിസിനസ് കുറെ കൂടി നല്ലതായോ? അതെ, ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഷർട്ടിന് തന്നെ ഓർഡേഴ്സ് വരുന്നുണ്ട്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ട് അതേപോലെ തന്നെ ചെയ്തു തരുമോ ചോദിച്ചിട്ട് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ആഹാ. ഇപ്പോഴാണ് കുറച്ചൊന്ന് റെക്കഗ്നൈസ് ചെയ്തത്. സത്യം പറഞ്ഞാല് സുരേഷ് ഗോപി സാറിന് ഷർട്ട് വരച്ച ആളല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഫസ്റ്റ് കോള് വരിക. ഓക്കെ. അപ്പം ആ ഷർട്ടിന് തന്നെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. സ്മേരയ്ക്ക് നേരിട്ട് കാണണമെന്നുണ്ടോ അദ്ദേഹത്തിന്? അതെ, തീർച്ചയായും കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഓക്കെ. തൃശ്ശൂർ തന്നെ ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് ഞാനും ബേസിക്കലി തൃശ്ശൂരുകാരിയാണ്. ആ. തൃശ്ശൂർ പൂച്ചട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ആ. അപ്പൊ അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ശരി. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വന്നത്? സ്മേര എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചിത്രകാരിയാണോ? പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഇത് ക്ലോത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു സംരംഭം തുടങ്ങാന്നൊക്കെ വിചാരിക്കുകയും ചെയ്തത് എങ്ങനെയാണ്? തുടക്കം എങ്ങനെയാ ശിവയുടെ? ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു ടൈമിലാണ് ഈ ഒരു സംരംഭത്തിലേക്ക് വന്നത് തന്നെ. ഞാൻ MBA ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മോളായതിനു ശേഷം വീട്ടിൽ ഇരുന്നിട്ട്
ആ ഒരു മടുപ്പിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത് തന്നെ മോളുടെ ചോറൂണിന് അവളുടെ ഉടുപ്പിൽ ഒരു ചെറിയ മയിൽപ്പീലി വരച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഇത്രയും ലോങ് റൺ ആയിരിക്കും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവളുടെ ചോറൂണിന് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് കണ്ടപ്പോഴത്തേനും ഒരുപാട് സന്തോഷം. ഒരുപാട് ആൾക്കാർ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ. അങ്ങനെ 2-3 ഫ്രണ്ട്സ് ഒക്കെ ഇനീഷ്യലി 2-3 ഫ്രണ്ട്സ് ആണ് ആകെ ഓർഡർ ചെയ്തത്. അത് പിന്നെ ഒരാളിൽ നിന്ന് 10 ആളിലേക്കും അത് അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ വേർഡ് ഓഫ് മൗത്തിലൂടെ സ്പ്രെഡ് ആയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഓർഡേഴ്സ് ഒക്കെ വന്നത്. സോ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മേഖലയായിരുന്നു. ഉം ഹും. അപ്പൊ നമുക്ക് ഓൺലൈനിലാണ് നമ്മുടെ കച്ചവടം, അല്ലാതെ ഷോപ്പായിട്ടില്ല നമുക്ക്. ഇല്ല. ടിൽ നൗ നമ്മൾ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പലതരത്തിലുള്ള കസ്റ്റമൈസേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഒരാൾക്ക് ഇഷ്ടമുള്ള കളർ ആയിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടം ഷർട്ടിന്. അപ്പം ഈ ഷർട്ടിന്റെ കളറൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ അതിൽ വരയ്ക്കുന്ന പാറ്റേൺ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല. ഇതെല്ലാം കഴിഞ്ഞാൽ സൈസും കറക്റ്റ് ആവില്ല. അപ്പം കംപ്ലീറ്റ്ലി നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ ആൾക്കാരും പറയുന്ന സമയത്ത് അതേ കളർ ഷർട്ട് എടുത്തിട്ടാണ് അതിൽ അവർക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഉം ഹും. ഈ ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഫോട്ടോസ് കാണുന്നതിൽ സാരി, ഷർട്ട് അത് മാത്രമല്ല ആഭരണങ്ങൾ കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള അതെ, ആഭരണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അതെ. കഥകളിയുണ്ട്, പടയണിയുണ്ട്, പല പല രീതിയിലുള്ള തെയ്യമുണ്ട്, കൃഷ്ണനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആഭരണത്തിലേക്ക് കൂടി ഈ പെയിന്റിങ് വ്യാപിപ്പിച്ചത്? ഞാൻ ആദ്യം ഈ ഒരു കുഞ്ഞുടുപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് വരച്ചത്. അപ്പം ഇതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ വന്നപ്പോഴത്തേനും അവർക്ക് ഫാമിലി മൊത്തം ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ സാരിയിലേക്ക് കടന്നു, പിന്നെ ഷർട്ടിലേക്ക് കടന്നു. അതിനുശേഷം അതിന് മാച്ച് ആയിട്ടുള്ള ഓർണമെന്റ്സ് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ അങ്ങനെ ഒരു വുഡിന്റെ പീസ് എടുത്തിട്ട് വരച്ചു കൊടുത്തപ്പോഴത്തേനും അവരുടെ അടുത്ത് നിന്ന് നല്ല ഫീഡ്ബാക്കും കിട്ടി. അപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് വുഡിൽ വരച്ചുകൂടാ, അത് ആഭരണങ്ങളാക്കി കൂടാ എന്നുള്ള ഒരു ചിന്ത തോന്നിയത്. അപ്പം അങ്ങനെ അടുത്ത സെറ്റ് ഓഫ് സീരീസും ഇറങ്ങി. വുഡൻ അല്ലെങ്കിൽ ക്ലേ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഹാൻഡ് പെയിന്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസും. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള കമ്മലുകൾ ചോദിച്ചു തുടങ്ങി. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ടെറാക്കോട്ട വെച്ച് ഉണ്ടാക്കുന്ന കമ്മലുകളായി. അങ്ങനെ ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്നതിൽ ഷർട്ട്സ് വരുന്നുണ്ട്, സാരീസ് വരുന്നുണ്ട്, കിഡ്സ് വെയർ വരുന്നുണ്ട്, ഡെക്കേഴ്സ് വരുന്നുണ്ട്, ക്യാൻവാസ് പെയിന്റിങ്സ് വരുന്നുണ്ട്, ജ്വല്ലറീസും വരുന്നു. ആഹാ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ എന്നെ സംരംഭകയാക്കി എന്നാണ് സ്മേര പറഞ്ഞു വരുന്നത്. കാരണം ഓരോന്നിനും അതെ അതെ ഒന്നും നമ്മൾ ചെയ്തു വെച്ചിട്ട് ഇതാണ് എന്റെ പ്രോഡക്ട്സ് എന്ന് പറയുകയല്ല, ആവശ്യക്കാർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരുന്നു, അങ്ങനെ അതിൽ ക്ലിക്ക് അതെ ആവുന്നു. അതെ തീർച്ചയായും. കാരണം കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എത്ര ഉണ്ടാക്കുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വരെ അവർ പറയും ഇന്ന കളറിൽ ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലേ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേനും എന്നാൽ ശരി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്ന സമയത്തായിരിക്കും അത് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ് ആയി പോകുന്നത്. അപ്പം ഒരു 80% എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് നല്ല ഐഡിയാസ് വരുന്നുണ്ട്. സ്മേര, ഈ ഓൺലൈൻ എപ്പോഴും ഓൺലൈൻ വിൽപ്പനകൾ വരുമ്പോൾ ഓൺലൈൻ സൈറ്റുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്, കൂണുപോലെയാണ്. അപ്പോൾ നമുക്ക് എവിടെ അതെ നിന്ന് എന്ത് വാങ്ങണം എന്നുള്ളത് വലിയൊരു സംശയമാണ് എല്ലാവർക്കും. ഒരുപാട് അതെ എന്താണ് വാങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല ക്ലോത്ത് ആയിരിക്കും, നല്ല മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന ഒരാളുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിവുള്ള ആളുടെ, യൂസ് ചെയ്ത ആളുകളുടെ ആണെങ്കിൽ നമുക്ക് അവരെ വിശ്വസിച്ച് നമ്മൾ വാങ്ങും. അങ്ങനെ ഈ പറഞ്ഞ പോലെ സ്മേരയുടെയും സംരംഭം ഉയർച്ചയിലേക്ക് വന്നത് കുറേ ആളുകൾ പറഞ്ഞ് കേട്ടാണ്, അല്ലാതെ അതൊരു പരസ്യമോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അത് ഗുണം അതെ ചെയ്യുന്നുണ്ടോ സ്മേരയ്ക്ക്? അതൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ച കസ്റ്റമേഴ്സ് തന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരാളിൽ നിന്ന് 2 ആളാവും, 2 ആള് 10 ആവും. അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഒരുപാട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഓൺലൈൻ ആർക്കും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട് കറക്റ്റ് എവിടെയാണ് വീട്, എവിടെയാണ് താമസിക്കുന്നത്, മാപ്പ് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾക്കാർ പണ്ടൊക്കെ ഓർഡർ ചെയ്യാറുള്ളത്. കാരണം ഒരുപാട് ചീറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് ആൾക്കാർക്ക് ആ ഒരു വിശ്വാസത്തിന്റെ ഫാക്ടർ നല്ലപോലെ ഈ വീട് ഉണ്ടാവാറുണ്ട്. ചോദിക്കുന്നതോ അപ്പം അഡ്രസ്സ് ഇത് ചോദിക്കുന്നതോ എന്തെങ്കിലും പാളുവാണെങ്കിൽ നേരിട്ട് അങ്ങ് വരാനായിരിക്കും അല്ലേ? അതെ 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 കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ അടക്കം പറഞ്ഞു കൊടുത്താലാണ് ചില ആൾക്കാർ കൺവിൻസ്ഡ് ആവുള്ളൂ. ഉം ഉം. അതിപ്പം ഒരുപാട് മാറി. ഇപ്പൊ നമ്മൾ ഈ ഒരു 8th ഇയറിൽ വന്ന് നിൽക്കുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. കാരണം ആ ഒരു എമൗണ്ട് അവർക്ക് തരുമ്പോഴത്തേനും ഭയങ്കര പേടിയാണ്. ഈ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് പോവോ എന്നുള്ളതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം നമ്മൾ നേരെ പറയും പേജ് നോക്കി നോക്കൂ, റിവ്യൂസ് നോക്കി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി കൺവിൻസിങ് ആയി കഴിഞ്ഞാലാണ് അവർ ഓർഡർ തന്നെ പ്ലേസ് ചെയ്യാറുള്ളത്. ഇപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ മാറിയിരിക്കും. ഓക്കെ, എനിക്കൊന്ന് പേര്, സ്മേരയുടെ പേര് തന്നെ റെയർ ആണ്. സ്മേര എന്ന് പറയുന്ന പേര് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഒപ്പം ഈ ശിവ എന്നുള്ള പേര് സംരംഭത്തിന് ഇടാനുള്ള കാര്യം എന്തുകൊണ്ടാണെന്നൊന്ന് പറയണം. അപ്പം ദ ട്രെൻഡ്സ് ഫ്രം ട്രഡിഷൻ എന്നുള്ളതാണ് അതിന്റെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അതെ 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 പാരമ്പര്യത്തിൽ ഊന്നി തീർച്ചയായും. നിന്നുകൊണ്ട് ശിവ എന്നാൽ എന്ന് പറയുന്ന ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉടുപ്പ് വരച്ചതെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ആ അവളുടെ
ആ ഒരു 6 മന്തിന്റെ നെയ്മിങ് സെറമണിയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഉടുപ്പ് വരയ്ക്കുന്നത്. ഉം ഉം. അതെ. അപ്പൊ അത് കാരണം കൊണ്ട് അവളുടെ പേര് തന്നെ ആയിക്കോട്ടെ എന്ന് ശിവാനി എന്നാണ് മോളുടെ പേര്. അപ്പം ശിവാനിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ശിവ എന്ന് പറയുന്ന ഷോർട്ട് ഫോം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ ഓണം വരാൻ പോവുകയാണല്ലേ, അപ്പം ഓണത്തിന് എപ്പോഴും ഈ ബുട്ടീക്ക് നടത്തുന്നവർ, ഓൺലൈനിൽ ഇതുപോലെയുള്ള സംരംഭങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെല്ലുവിളി നിറഞ്ഞ സമയമാണ്. കാരണം പുതുതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ഓണം പോലെയുള്ള ഒക്കേഷനുകളിൽ. അപ്പം എന്തെങ്കിലും പുതുതായിട്ട് ശിവ എന്ന് പറയുന്ന ശിവയുടേതായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ ഓണത്തിന്? അതെ, നമുക്ക് പ്രത്യേകിച്ച് ഓണം എന്ന് പറയുന്നത് ഓണവും വിഷുവും ഭയങ്കര സീസൺ ആണ്. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എവിടെ നിന്നൊക്കെ ആൾക്കാർ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അവരൊക്കെ തലേ ദിവസമൊക്കെ വന്നിട്ട് ഓർഡർ ചെയ്യുന്ന ആളത്തേക്ക് ഒരു ഷർട്ട് വരച്ചു തരുമോ എന്നൊക്കെ, അത്രയും ട്രാഫിക് ഉണ്ടാവുന്ന ടൈമാണ് ഈ ഓണം എന്ന് പറയുന്നതും വിഷു എന്ന് പറയുന്നതും. അപ്പം നമ്മളിപ്പോ ന്യൂ ആയിട്ട് ഈ ഖജുരാഹോ സ്റ്റൈൽ തന്നെയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അത് കൂടാണ്ട് വോർലി മധുബാനിയും ആണ് ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. വോർലി പെയിന്റിങ്ങും മധുബാനി പെയിന്റിങ്ങും ആണ് ഇപ്പം കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് എല്ലാവർക്കും ഈ ഒരു മോട്ടീവ്സ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ലല്ലോ. ഫേസസ് ഒക്കെ വരുന്ന സമയത്ത് ചിലർ പറയും, ഇപ്പൊ ചില പ്രത്യേകം ആ ഒരു റിലീജിയനിലൊക്കെ പറയും നമുക്ക് ഫേസസ് ഇടാൻ പാടില്ല, അപ്പൊ അതല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ വോർലി പെയിന്റിംഗ്, മധുബാനി പെയിന്റിംഗ്, ഫ്ലോറൽ പെയിന്റിംഗ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാറുണ്ട്. ഈ കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നതിന് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പണ്ടായിരുന്നു നമ്മൾ ഒരു കടയിൽ പോയി അവിടെയുള്ള സാധനങ്ങളിൽ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു സംഭവം മാറിയിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ പ്ലാൻ നമ്മൾ പറയുന്നു, അത് നിങ്ങൾ ചെയ്തു തരുന്നു എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് യുണീക്ക് ആയിരിക്കണം എന്ന് എല്ലാവർക്കും നിർബന്ധമുണ്ട്. എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശിവ ബുട്ടീക്ക് അതിന്? ആളുകൾ എന്തൊക്കെ ആവശ്യങ്ങളാണ്? നമ്മൾ 100% അവരുടെ ഒപ്പം നിന്നിട്ടാണ് ഓരോ ഡിസൈൻസും ചെയ്തു കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേനും അതിൽ കളറിന്റെ വരുന്നുണ്ട്, പാറ്റേണിന്റെ വരുന്നുണ്ട്. ഇപ്പം മെൻസിനാണെങ്കിൽ പോലും അവർ പറയും ഇപ്പൊ നമുക്ക് ഈ കളർ പറ്റില്ല, വേറെ കൈൻഡ് ഓഫ് കളർ വേണം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കളേഴ്സിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ വരും. നമ്മൾ ഇടുന്ന ആ ഒരു ഫിറ്റിംഗിൽ വരെ ചിലർക്ക് റെഗുലർ ഫിറ്റിംഗ് ആയിരിക്കും വേണ്ടി വരിക, ചിലർക്ക് സ്ലിം ഫിറ്റ് ആയിരിക്കും വേണ്ടി വരിക, ചിലർക്ക് താഴെ ലിബർട്ടി കട്ട് വേണ്ടി വരും. അപ്പം അത് അവരെങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. അത് ഇൻ കേസ് നമുക്ക് ഷോപ്പിൽ പോയി കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ മെറ്റീരിയൽ അവർ പറയുന്നത് വാങ്ങിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് പിന്നെ അതിൽ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ കസ്റ്റമറിനും 100% ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ലൈക്ക് യൂണീക്ക് ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ അച്ചുകൊണ്ട് പലരും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും എന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള ഭംഗിയും വൃത്തിയും കൂടുതലും ഉണ്ടാകുമല്ലോ. എത്ര സമയമെടുക്കും ആ ഒരു വർക്ക് ചെയ്യുന്ന? ഓരോന്നിനും ഓരോന്നായിരിക്കും. നമുക്കെങ്കിലും നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് സുരേഷ് ഗോപി സാറിന്റെ ആ ഷർട്ടിന് ഒക്കെ എത്ര സമയം എടുത്തിരുന്നു? നോർമൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു വർക്കിനനുസരിച്ചായിരിക്കും. അതായത് ചെറിയ പിക്ചറൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറൊക്കെ എടുത്ത് കഴിയുന്നത് ചിലപ്പം വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് എടുക്കും. നമ്മൾ ഒരു പെയിന്റ് ഇട്ട് അത് ഉണങ്ങിയതിന് ശേഷം അതിന്റെ പുറത്തടുത്ത പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ഒരു ദിവസം എടുക്കും, 2 ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രിന്റിങ് റീപ്ലേസ് ചെയ്ത കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർ അതും ഇതും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളുടെ തന്നെ പെയിന്റിങ്സ് എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഹാൻഡ് പെയിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടൈം എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും സൂക്ഷിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അതിനിപ്പോ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ കോസ്റ്റിലാണെങ്കിലും കുറച്ചും കൂടെ ആൾക്കാർക്ക് അഫോർഡബിൾ ആണ്. അപ്പം ആ ഒരു കമ്പാരിസൺ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരാറുള്ളത്. എല്ലായിടത്തും വ്യാജനുണ്ടെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണല്ലേ അത്? കാരണം ഇതേ സാധനമായിരിക്കും, ഒരു മാറ്റവും ഇല്ലായിരിക്കും, നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആയിരിക്കും ആ പ്രിന്റ് ചെയ്ത സാധനവും. അതെ അതെ, ഇതിൽ 2 കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് വരാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പിക്ചേഴ്സ് ഒക്കെ സൂം ചെയ്തിട്ട് നല്ലോണം ക്വാളിറ്റി നോക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ പ്രിന്റിങ്ങിന്റെ ഒരു ഇതിലാണ് പോവുക. അതായത് കാണാൻ മാത്രം എന്തെങ്കിലും ഒരു ചിത്രം വേണം എന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രിന്റിങ്ങിലേക്കാണ് പോവാറ്. അതല്ല ഇപ്പൊ അത്രയും ഭംഗി വേണം, നമുക്ക് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്, ആ ഒരു ക്വാളിറ്റീനെ ആ ഒരു പ്രിസൈസ് ആയിട്ട് അവർ നോക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പെയിന്റിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഈ പ്രിന്റിങ് ചിലപ്പോൾ ഞാൻ ചെയ്ത ചിത്രങ്ങൾ തന്നെ കാണാറുണ്ട് വേറെ പലതിലും പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മളുടെ തന്നെ കസ്റ്റമേഴ്സ് എടുത്ത് അയച്ചു തരും, നമ്മൾ അന്ന് വരച്ച ചിത്രം കണ്ടോ പ്രിന്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ ഹാൻഡ് പെയിന്റിങ്ങിന്, ഈ പ്രിന്റിംഗ് എന്നുള്ളത്. ഈ കൃഷ്ണനും തെയ്യവും ഒക്കെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ്. ഈ നമ്മുടെ സാരിയിലാണെങ്കിലും ഷർട്ടിലാണെങ്കിലും ഒക്കെ ഈ മ്യൂറൽസിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഈ പുതിയ തലമുറ എന്തെങ്കിലുമൊക്കെ പുതിയ ആവശ്യങ്ങളുമായിട്ട് സമീപിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി പിടിച്ചിട്ടുണ്ടോ ഇതുവരെ?
ഞാനിപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് ചെയ്തത് എന്ന് പറയുന്നത് ഓഷാനയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം അത് എന്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമർ വന്നിട്ട് പറയുന്നത്. അത് യേശു പിതാവ് ഒരു കഴുതപ്പുറത്ത് വരുന്നത് ഒലീവ് ലീവ്സ് ഒക്കെ ആയിട്ട് ഉം. വരുന്ന, അതായത് ഒലീവ് ലീവ്സിന്റെ ഒക്കെ ആ ഒരു പ്രതീകമൊക്കെ വരുത്തുന്നതായിട്ടുള്ളത് പെയിന്റിങ് ആദ്യമായിട്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഉം. അത് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഇതാ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ്. ആഹാ. നോർമലി അങ്ങനത്തെ പെയിന്റിങ്സ് ഒന്നും നമ്മുടെ അടുത്തേക്ക് വരാറില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണനും രാധയും ആ കഥകളിയും തെയ്യം ഒക്കെ തന്നെയാണ് ഇത്രയും വർഷമായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഉം. ഉം. അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പൊ കുറച്ച് കലങ്കാരി പെയിന്റിങ്സും വോർലി പെയിന്റിങ്സും മധുബാനി പെയിന്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഉം. പക്ഷെ ഈ ഒരു പിതാവിനെ വരച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഇപ്പം ഈ ഒരു അടുത്താണ് കുറച്ചും കൂടി ആൾക്കാർ കൂടിയത്. ഉം. ആ ഒരു ഓഷാനയുടെ തീം വരച്ചു തരുമോ, അല്ലെങ്കിൽ സെന്റ് തോമസിന്റെ തീം വരച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഷർട്ടിൽ അധികം ആരും വരച്ച് കണ്ടിട്ടില്ല ഞാൻ. ഉം. നമ്മുടെ നേരത്തെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയ കാര്യം, നമുക്ക് ഈ ഇത്തരത്തിൽ വരച്ച് കിട്ടണമെങ്കിൽ, അതായത് അത് തനതായിട്ടുള്ള വര തന്നെയാണ്, കൈകൊണ്ടുള്ള വര തന്നെ ആയതുകൊണ്ട് അതിന് സമയമെടുക്കും. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അതെ അതിന് പൈസയും കൂടും. നേരത്തെ പറഞ്ഞു, കുറച്ച് പ്രിന്റിനാണെങ്കിൽ കുറച്ച് പൈസ കുറവായിരിക്കും, അതേസമയം ഒറിജിനൽ സംഭവത്തിനാണെങ്കിൽ കുറച്ചുകൂടി ക്യാഷ് കൂടുതലാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ അതിൻ്റെ ഒരു വിലയൊക്കെ എത്ര വരും എന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓണം സീസൺ ആകുമ്പോൾ ഒന്ന് സ്മേരയുടെ അടുത്തേക്ക് വന്നേക്കാമെന്ന് വിചാരിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ? നമ്മൾ രണ്ട് കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിനും രണ്ട് സ്കെയിലിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഉം. കാരണം ഇപ്പം ഷർട്ട്സ് ആണെങ്കിൽ 2500 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഉം. ഇൻക്ലൂഡിംഗ് പെയിന്റിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. ഉം. അത് അപ് ടു 5000 വരെയുള്ള ഷർട്ട്സും ഉണ്ട്. ഇപ്പം ബേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോട്ടണിലാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും. ലിനൻ പറയുന്ന ആൾക്കാരുണ്ട്, പ്യുവർ റോ സിൽക്കിൽ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അപ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ ആ ഒരു മെറ്റീരിയലിന്റെ റേറ്റിനനുസരിച്ച് റേറ്റ് കൂടുതലുണ്ട്. ഉം. ബേസിക്കലി പെയിന്റിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം 1000 റുപ്പീസ് വരുന്നുണ്ട്. ഉം. 1000 ടു എത്ര ദിവസം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് റേറ്റ്സ് വരുന്നത്. സോ സ്റ്റാർട്ടിംഗ് ഷർട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2500 അപ്പോൾ തൊട്ടാണ്. സംശയമുണ്ട്, ഈ അത് ഇൻക്ലൂഡിംഗ് ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏത് തുണിയിൽ വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ, കസ്റ്റമറാണ് അതെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തുകൊണ്ട് വരുവാണോ ചെയ്യേണ്ടത്, അതോ ശിവയിൽ അത് അവൈലബിൾ ആണോ? അത് നമ്മൾ, അതായത് കളറും സൈസും, ഷർട്ടിന്റെ കളറും സൈസും മാത്രം പറഞ്ഞാൽ മതി. ഓ അപ്പൊ നമ്മൾ ശരി. ആ കളർ ഷർട്ട് വാങ്ങിച്ചിട്ട് അതിൽ പെയിന്റ് ചെയ്തിട്ട് നമ്മൾ വേൾഡ് ഓവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഉം. ഉം. എല്ലായിടത്തേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട്. ഉം. 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 അപ്പം സൈസും ഏത് പെയിന്റിംഗ് ആണ് വേണ്ടത്, ഏത് കളറാണ് വേണ്ടത്, ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഉം. ഈ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ആളാണോ? എല്ലാവർക്കും മറുപടിയൊക്കെ കൊടുക്കാറുണ്ടോ? ലൈവ് ഒക്കെ വരാറുണ്ടോ? ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഒന്ന് ബാക്കൗട്ട് ആയിരുന്നു. ഉം. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായിട്ടും നോക്കാറുണ്ട്. ഉം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ആ ക്ലയന്റ് ത്രൂ ആണ് ബാക്കിയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഉം. അപ്പം ലിറ്ററലി നമ്മളൊരു ഷർട്ട് വാങ്ങിച്ച് പെയിന്റ് ചെയ്ത് അത് ആളുടെ അടുത്ത് എത്തിയതിനു ശേഷം അത് ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ട് ഇഷ്ടമായി എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറും കൂടെ കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് തന്നെ കഴിയുന്നത്. ഉം. സോ അത് ആ ഒരു ബാക്ക് എൻഡ് വരെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. ഉം. കാരണം അവര് പോയി കഴിഞ്ഞാലാണ് ഇനി നെക്സ്റ്റ് അവരുടെ വീട്ടുകാരെയൊക്കെ നമുക്ക് പറയുള്ളൂ, അതായത് ഇങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ സെയിൽസ് വരുന്നത്. ഉം. സ്മേര, വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ കൂടുതൽ സെയിൽസ് ആണ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ റിവ്യൂവിൽ ഏറ്റവും മനസ്സിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഓർക്കുന്ന, മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും ഞാനൊരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നോർമലി എല്ലാ സെഗ്മെന്റ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് ഒരു 80 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഉം. അപ്പൊ ആള് ബർത്ത്ഡേക്ക് സാരി ഒക്കെ കൊടുത്തിട്ട് എനിക്ക് ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരൊരു വോയിസ് നോട്ട് അയച്ചു. അപ്പൊ നമുക്ക് അത്രയും ഒരു 80 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ നിന്നും കൂടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴത്തേനും കറക്റ്റ് മനസ്സിൽ തട്ടി പറയുന്ന പോലെ ഒരു ഫീലാണ്. അപ്പൊ ഭയങ്കര സന്തോഷമാണ് കേൾക്കാനായിട്ട്. ശരി. ഇതിൽ റിസ്ക് ഉണ്ടല്ലോ സ്മേര. ഞാൻ ചോദിക്കുന്നത് പെയിന്റ് ആണ്. തീർച്ചയായും ഒന്ന് ചെറുതായിട്ടൊന്ന് പാളിയാൽ, അതും പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഇവന്റിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, വിവാഹം അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ അതെ അതെ വേണ്ടിയിട്ടായിരിക്കും. അതെ അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുള്ളൊരു മേഖലയും കൂടിയല്ലേ? അതെ. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കൈ തട്ടിയിട്ട് തന്നെ പെയിന്റ് എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ബേസിക്കലി ഈ അക്രിലിക് കളേഴ്സ് ആണെങ്കിൽ, ഈ ഫാബ്രിക് കളേഴ്സും അക്രിലിക് കളേഴ്സ് ആണെങ്കിലും ഫാബ്രിക്കിൽ വൺസ് അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റബ്ബ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. നമ്മളിപ്പോ എങ്ങനെയൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അതിൽ തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷർട്ട് അല്ലെങ്കിൽ ആ സാരി പതുക്കെ മാറ്റി വെക്കുക, വീണ്ടും അത് തന്നെ എടുക്കുക, എന്നിട്ട്
പുതിയ പീസിൽ വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ അത്രയും ശ്രദ്ധിച്ച് ചെയ്യില്ല. ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ആ പെയിന്റ് ആ ഒരു ടിപ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു തുള്ളി പെയിന്റ് എവിടെയെങ്കിലും വീഴുക. അപ്പം നോർമലി നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് കളേഴ്സിലാണ്. അപ്പൊ ആ സമയത്ത് തന്നെ എവിടെയെങ്കിലും വൈറ്റിലൊക്കെ ചെറുതായിട്ടൊന്ന് ഡോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഡാമേജ് ആയിട്ടുള്ള പീസസ് സത്യം പറഞ്ഞാൽ ആർക്കും കൊടുക്കാറില്ല. എന്തെങ്കിലും ഒരു ഡ്രോപ്പ് ഓഫ് പെയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും പുതിയത് എടുത്തിട്ടാണ് അവർക്ക് അയച്ചു കൊടുക്കാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയതായിട്ട് ഓർക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പാളിയ കേസ് ഉണ്ടോ? അതായത് നമ്മളിപ്പോ നാളെ കൊടുക്കേണ്ട ഷർട്ട് ഇന്ന് രാത്രി എന്തെങ്കിലും പറ്റി അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായും. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെഡിങ് ഷർട്ട് ആയിരുന്നു. ആ വെഡിങ് ഷർട്ടിൽ എല്ലാ പെയിന്റിങ്ങും കഴിഞ്ഞു. അതാണെങ്കിൽ ഒരു ടോപ്പ് ടു ബോട്ടം വരെയുള്ള ഒരു പെയിന്റിംഗ് ആയിരുന്നു. രാധയും കൃഷ്ണനും ഒക്കെ ഉള്ള ഒരു പെയിന്റിംഗ് ആയിരുന്നു. എല്ലാ പെയിന്റിങ്ങും കഴിഞ്ഞ് ബ്രഷ് എടുത്തു വെച്ച സമയത്ത് അറിയാണ്ട് ബ്രഷ് ഒന്ന് ഷർട്ടിൽ വീണു. അപ്പം വെഡിങ്ങിന്റെ ഒരു 2-3 ദിവസം മുമ്പാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാല് ആ ഒരു ഷർട്ട് മാറ്റിയിട്ട് അന്ന് രാത്രി തന്നെ പോയിട്ട് കുറെ ഷോപ്സിൽ അതേപോലെ തന്നെ ഷർട്ട് കിട്ടണമല്ലോ, കുറെ ഷോപ്സിൽ പോയി തപ്പിയിട്ട് രാത്രി ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൽ പെയിന്റ് ചെയ്തിട്ട് അത് രാത്രി തന്നെ ഇരുന്ന് ഉണക്കി അവസാനിപ്പിച്ചിട്ട് പിറ്റേ ദിവസം കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനൊരു വൈറ്റ് ഷർട്ടിൽ റെഡ് കളർ പെയിന്റ് ആണ് എന്റെ കയ്യിൽ നിന്ന് പോയത്. കസ്റ്റമർ അറിഞ്ഞിരുന്നോ ഇത്? കസ്റ്റമർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേര് പറയണ്ട. പേര് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ ഒരു ഭാഗ്യത്തിന്റെ സെയിം കളറും ഷർട്ട് തന്നെ കിട്ടി, സെയിം പാറ്റേൺ അതന്നെ സെയിം കിട്ടി. അപ്പം അതേപോലെ തന്നെ എടുത്തിട്ട് വേഗം ആക്കി കൊടുത്തു. കാരണം കസ്റ്റമേഴ്സിന് പെട്ടെന്ന് പറയുമ്പോഴത്തേനും പാനിക് ആവുമല്ലോ, കാരണം എനിക്ക് കിട്ടില്ലേ എന്നൊക്കെ ഉള്ള ഒരു സംശയം വരുമല്ലോ. അപ്പൊ നമ്മള് അത് ഈ പറഞ്ഞ പോലെ പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ വീണ്ടും ഇരുന്ന് പെയിന്റ് ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പെയിന്റ് വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചൊന്നും സൂക്ഷിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഫാബ്രിക് ചെയ്യണ സമയത്ത്. നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധ തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെയിന്റ് എവിടെയെങ്കിലും വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇപ്പൊ നമ്മൾ എസറ്റോണോ എന്ത് ഒരു കണ്ടന്റ് ഇട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിന്റ് അതിൽ നിന്ന് പോവില്ല. ശരി സ്മേര, ഞാൻ തുടക്കത്തിലൊന്ന് ചോദിച്ചിരുന്നു, ഈ ഇതിനു മുമ്പും ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളായിരുന്നോ? എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? ഈ ചിത്രം വര എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു. ചിത്രം വരാന്ന് പറയുന്നത് ഞാൻ ബേസിക്കലി പഠിച്ചിട്ടില്ല, പെയിന്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. എന്റെ ഒരു ഓർമ്മയിൽ തോന്നുന്നു എനിക്ക് സ്കൂളിൽ വെച്ചിട്ട് എന്തോ ഒരു കോൺസലേഷൻ പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത് ആകെ കൂടെ. അപ്പം അച്ഛൻ ഈ പണ്ട് ഫ്ലെക്സ് ഒക്കെ വരാത്ത സമയത്ത് ബാനറിലൊക്കെ അച്ഛൻ എഴുതുമായിരുന്നു. അപ്പം കുറെ ബോട്ടിൽസ് ഉണ്ടായിരിക്കും, അന്നൊക്കെ പോസ്റ്റർ കളേഴ്സ് ആണ്. അപ്പൊ അതിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ കലാപരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. അതല്ലാണ്ട് നമുക്ക് ആർട്ടായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നായിരിക്കാം ഈ ഒരു ടാലന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മോളായതിനു ശേഷം വീട്ടിൽ ഇരുന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. അതെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത് നല്ല രീതിയിൽ വന്നു. അപ്പം ഇന്നത് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അപ്പൊ അച്ഛനിൽ നിന്നാണ് കിട്ടിയത് അല്ലെ? അച്ഛന്റെ ആ ഒരു കുട്ടികളിൽ നിന്ന് കിട്ടിയ നിറമാണ് ഇപ്പൊ ജീവിതത്തിന് കിട്ടിയിരിക്കുന്നത്. അതെ അതെ, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ട് ഞാൻ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊക്കെ വരയ്ക്കാറുണ്ട്. പഴയ ബോട്ടിലാണെങ്കിലും എന്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പം ആ ഒരു ഇതിൽ നിന്നായിരിക്കാം ചിലപ്പോ ഇത്രയും വർഷം അതൊക്കെ മറന്നു പോയ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് MBA കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യണുണ്ടായിരുന്നു ഒരു 2 വർഷം ഒരു പ്രൈവറ്റ് ഫേമില്. അപ്പൊ അതൊക്കെ കളഞ്ഞു പോയ ടാലൻസ് ആയിരുന്നു. പിന്നീട് അത് വീണ്ടും തിരിച്ചു വന്നു. അതെ, ഇവിടെ നമുക്ക് ഗസ്റ്റായിട്ട് വരുന്ന സംരംഭകരെല്ലാം ഒരു 90% പേരും പറയുന്നുണ്ട് അവർ ആദ്യം ഉണ്ടായിരുന്ന ഒരു മേഖല ഇതായിരുന്നില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, നമ്മുടെ മേഖല ഇതല്ല എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ കിടക്കും, അതിലേക്ക് എത്തുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്മേരയുടെ കാര്യം വ്യത്യസ്തമല്ല, അങ്ങനെ തന്നെയായിരുന്നോ? അതെ അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴത്തേനും ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഷർട്ട് വാങ്ങിക്കുന്നത് തൊട്ട് അത് പെയിന്റ് ചെയ്ത് കസ്റ്റമറിന്റെ കയ്യിൽ എത്തുന്ന വരെ, അതായത് പാക്ക് ചെയ്ത് കൊറിയർ ഓഫീസിൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന വരെയുള്ള റെസ്പോൺസിബിലിറ്റി മൊത്തം നമ്മുടെയാണ്. കറക്റ്റ് ഇപ്പൊ അവരൊരു ടൈം പറയുമ്പോഴത്തേനും ആ ഒരു ടൈമിൽ അവരുടെ കയ്യിൽ എത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. അപ്പം അത് എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഈ ഒരു വർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കരുതുന്നത്. ബിക്കോസ് ഇത് നമ്മളുടെ ഒരു പാഷനും വർക്കും കൂടെ ഉള്ള ഒരു മിക്സ് ആയപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുത് തന്നെയാണ്. നമ്മൾ തന്നെയാണ് മുതലാളി, നമ്മൾ തന്നെയാണ് തൊഴിലാളി. അതിന്റെ ഒരു ആ ഫീല് വേറെ തന്നെയാണ്. അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലേ സ്മേര? അതെ, തീർച്ചയായും. ഫ്ലെക്സിബിൾ ആണ് ഒരുപാട്. ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വർക്കാണ്. നമ്മുടെ ശിവയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ തന്നെയാണ് മുതലാളിയും തൊഴിലാളിയും അല്ല അല്ലെ? അതെ അതെ, ഹാൻഡ് പെയിന്റിംഗിന്റെ സെക്ഷൻ മൊത്തം ഞാനാണ് ചെയ്യുന്നത്. ടൈലേഴ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പം ഈ കിഡ്സിന്റെ ഡ്രസ്സ് ആണെങ്കിലും ഷർട്ട്സും ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടൈലേഴ്സ് ഉണ്ട് നമുക്കൊരു 3 പേര്. ബാക്കി പെയിന്റിംഗ് സെക്ഷൻ ആസ് ഓഫ് നോ ഞാൻ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്.
ഓക്കെ. നമ്മൾ ഈ വസ്ത്രങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ആഭരണങ്ങളുടെ കാര്യവും പറഞ്ഞു. ഈ അതെ ഇന്റീരിയർ, ഇപ്പം നമ്മുടെ വീടുകളുടെ ഇന്റീരിയറിൽ ഇതുപോലുള്ള മ്യൂറൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകുമല്ലോ പുതിയ കാലഘട്ടത്തിൽ. അതെ അതിലേക്കൊക്കെ അതെ കടന്നിട്ടുണ്ടോ? അതെ തീർച്ചയായും ഞാൻ ക്യാൻവാസ് പെയിന്റിങ്ങും ചെയ്യുന്നുണ്ട്. അതിപ്പം എങ്ങനെയാണോ അവർക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ കോൺസെപ്റ്റ്സ് ആയിരിക്കും. ഇപ്പം എന്റെ പുറകിലിരിക്കുന്ന ആ ഒരു പെയിന്റിംഗ് കാണുന്നുണ്ടോ എന്ന് അതെ, എനിക്കറിയില്ല. ഉണ്ട് ഉണ്ട്, ഒരു കാണുന്നുണ്ട്. രാധയും കൃഷ്ണ അതൊക്കെ ക്യാൻവാസ് പെയിന്റിങ്സ് ആണ്. അപ്പൊ ഓരോ കസ്റ്റമേഴ്സും പറയും അവർക്ക് ഇത്ര ഡയമെൻഷൻ ആണ്, ഇത്ര ഫീറ്റിനുള്ളിലാണ് പെയിന്റിങ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം. അവർക്ക് ഇഷ്ടമുള്ള തീമും പറയും. ഇപ്പൊ ഓരോരുത്തർക്ക് ഇപ്പം രാധാകൃഷ്ണയോ അല്ലെങ്കിൽ അർദ്ധനാരീശ്വരനോ അല്ലെങ്കിൽ ഇപ്പം കേരളീയം കോൺസെപ്റ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺസെപ്റ്റും അതേപോലെ തന്നെ എത്രയാണ് അവർക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലേസിന്റെ ഡയമെൻഷൻ എന്നും പറഞ്ഞാൽ ആ ഡയമെൻഷൻ അനുസരിച്ച് നമ്മൾ ക്യാൻവാസ് പെയിന്റിങ്ങും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉം. അതും ഈ പറഞ്ഞ പോലെ എല്ലായിടത്തേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മാലയും കമ്മലും കേട്ടോ, അതിൻ്റെ ഒരു മാച്ചിങ് കമ്മലും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അതെ അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യത്തിൽ ആ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരണമെങ്കിൽ, പ്രത്യേകിച്ച് തെയ്യം, പടയണിയൊക്കെ അതെ പോലുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ അത്രയും സൂക്ഷ്മതയോടെ ഇരുന്ന് വളരെ ഏകാന്തതയോടെ ചെയ്യണം, ഏകാഗ്രതയോടെ അതെ ചെയ്യണം, എങ്കിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ എത്ര സമയം എടുക്കും ഈ ആഭരണങ്ങളൊക്കെ ചെയ്യാൻ? അതിന്റെ റേറ്റ് ഇപ്പം ആ തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ടാവും ഇതൊക്കെ എത്ര രൂപയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് പറയാമോ? ഓക്കെ തീർച്ചയായിട്ടും. ഇതിപ്പം വുഡിലും ചെയ്യുന്നുണ്ട്, ക്ലേയിലും ചെയ്യുന്നുണ്ട്. ഓരോ പെയിന്റിങ്ങിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇപ്പം നമുക്ക് ഒരു 600 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് 1200 വരെയുണ്ട്. ഇപ്പം ക്ലേയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ക്ലേ എല്ലാം കുഴച്ച് നമ്മൾ മോൾഡിൽ അത് സെറ്റ് ആക്കിയതിന് ശേഷം അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി അത് ബേക്ക് ചെയ്തിട്ട് ആ ബേക്ക് ചെയ്തിട്ടുള്ള സാധനത്തിലാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ വൈറ്റ് ഇട്ട് അതിന്റെ മുകളിൽ ഓരോ കളേഴ്സ് ഇട്ടിട്ടാണ്. അപ്പൊ അതിന് അനുസരിച്ച് എടുക്കുന്ന ടൈമിനനുസരിച്ചാണ് പെയിന്റിങ്ങിന്റെ റേറ്റ് വരുന്നത്. അത് ഈ 600 തൊട്ട് 1200 വരെയുള്ള റേഞ്ചസിൽ അവൈലബിൾ ആണ്. അത് ഓക്കെ. ഇപ്പൊ ഈയിടെയായിട്ട് കസ്റ്റമേഴ്സ് സാരി അയച്ചു തന്നിട്ട് ആ സാരിയുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണോ അവരുടെ മാച്ചിങ് വരണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർക്ക് ചെയ്തിട്ടും സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മളെപ്പോഴും ഒരു സംരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അതെ ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു, ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് അതെ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടോ മനസ്സിലിപ്പോൾ? അതായത് വിപുലീകരിക്കാൻ എന്ന് പറയുന്നത് 2-3 ആൾക്കാരെയും കൂടി ഒന്ന് ആഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രോസസ്സിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പെയിന്റിംഗ് ആകുമ്പോഴത്തേനും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ട് വരാറുള്ളത്. നമ്മൾ ഓവർനൈറ്റ് ഒക്കെ ഇരുന്നിട്ട് വേണം അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഒരുപാട് സമയം എടുക്കാറുണ്ട്. അപ്പൊ ആലോചിക്കാറുണ്ട് 2-3 പേര് കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്തിരുന്ന് അങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ 2 പേഴ്സണേയും കൂടി ആഡ് ചെയ്യാനുള്ള കാര്യമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആസ് ഓഫ് നൗ നമ്മൾ ഓൺലൈൻ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കാരണം കൊണ്ട്, അതായത് ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ 10 പേർക്കും 10 വിധത്തിലുള്ള ഡ്രസ്സാണ് വേണ്ടി വരിക. അപ്പൊ നമ്മളൊരു ഓഫ്ലൈൻ ആയിട്ട് ഒരു ഷോറൂം എങ്ങാനും സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് ഈ ഒരു കസ്റ്റമൈസേഷന്റെ ആ ഒരു ലെവൽ വരെ എത്തില്ല എന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ട് തന്നെ തൽക്കാലം ഓൺലൈൻ ആയിട്ട് തന്നെ കുറച്ചും കൂടെ ആൾക്കാരെ ആഡ് ചെയ്തിട്ട് പോവാനാണ് വിചാരിക്കുന്നത്. ഓക്കെ. സ്മേര പറഞ്ഞു മോളുടെ കുഞ്ഞുടുപ്പിലാണ് ഒരു മയിൽപ്പീലി വരച്ച് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു. അപ്പം മോള് അതെ ഇപ്പൊ വലുതായി കാണും, 8 വർഷമായി എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ, അതെ അല്ലേ? അപ്പോൾ അതെ അതെ ഫാമിലിയെ കുറിച്ച് പറയൂ, അവർ തരുന്നൊരു സപ്പോർട്ട്. കാരണം എന്തായാലും ഇതിന് ഡെഡിക്കേഷൻ വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ കസ്റ്റമേഴ്സിനും എന്താണ് തീർച്ചയായും വേണ്ടതെന്നുള്ളതും അവരെ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. എല്ലാം ഒറ്റയ്ക്ക് നോക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം, വലിയ കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അതെ മാനേജ് ചെയ്യുന്നത്? ഫാമിലി തരുന്ന സപ്പോർട്ടൊക്കെ ഒന്ന് പറയാമോ? ഫാമിലി ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, മോളാണ് ശിവാനി. ഉം. അപ്പം ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. ഇപ്പം എല്ലാവരും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് മോളുടെയാണ്. ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്യണ സമയത്തൊന്നും തീരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരില്ല. ഉം. അത് അവൾ ജനിച്ചപ്പോ ആ ഒരു ടൈം തൊട്ട് കണ്ടു വളർന്ന, ഇപ്പൊ ശരിക്കും 8 ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ശിവാനിയുടെ ഏജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര വർഷമായി എന്നുള്ളത്. അപ്പം ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരില്ല. അതായത് പെയിന്റിംഗ് ആണെങ്കിൽ പോലും അവള് വന്ന് ഒന്ന് വലിച്ചിടാനോ ഒന്ന് സ്പ്രെഡ് ആക്കാനോ ഒന്നിനും നിൽക്കില്ല. ആളെ ഭാഗത്തേക്കേ വരില്ല. ആ പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ആളുടെ എന്തെങ്കിലും ഒരു ആവശ്യം തന്നെ വേണമെങ്കിൽ അവള് വന്ന് പറയുള്ളൂ. ഉം. അപ്പം അവളടക്കം സപ്പോർട്ടിങ് ആണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും ശരി, ഇപ്പൊ നമുക്ക് ഏത് പാതിരാത്രി ആണെങ്കിലും പോയിട്ട് ഒരു ഷർട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കൂടെ വരും. അപ്പം അതുപോലെ തന്നെ അച്ഛനും അമ്മയും ബാക്കി ഒപ്പം നിൽക്കുന്ന കാരണം കൊണ്ടാണ് നമുക്കിത് സക്സസ്ഫുള്ളി റൺ ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു 8 വർഷം പ്രത്യേകിച്ച് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു ഫീൽഡിൽ ഇത്രയും വർഷം നിൽക്കണമെങ്കിൽ ഇവരുടെയൊക്കെ സപ്പോർട്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടാണ്
അവര് ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ പറയും, ചേച്ചി ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ അവര് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്ന കാരണം കൊണ്ടാണ് ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നത്. ശരി, എന്തായാലും സ്മേര എന്ന സംരംഭകയ്ക്കും ശിവ എന്ന സംരംഭത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തി. ഒരുപാട് സന്തോഷം. ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.